ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സീരീസിലെ ക്രില്ലിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ക്രില്ലൻ, ക്രില്ലന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഡ്രാഗൺ ബോൾ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാടധികം ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ക്രില്ലൻ. എന്നാൽ നിങ്ങൾ ഡ്രാഗൺ ബോൾ സിയോ അല്ലെങ്കിൽ സൂപ്പറോ മാത്രം കണ്ട ഒരാളാണെങ്കിൽ ക്രില്ലൻ എന്ന ക്യാരക്ടറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. എന്നാൽ ഡ്രാഗൺ ബോൾ ക്ലാസിക് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ല. ഡ്രാഗൺ ബോൾ ക്ലാസിക്കിലാണ് ആദ്യമായിട്ട് ക്രില്ലൻ എന്ന ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തരുന്നത്. മാസ്റ്റർ റോഷിയുടെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തോണി തുഴഞ്ഞാണ് നമ്മുടെ ക്രില്ലൻ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മാസ്റ്റർ റോഷിയുടെ സ്റ്റുഡന്റ് ആയി നമ്മുടെ ഗോക്കും ക്രില്ലനും മാറുന്നു. ഇപ്പോൾ കാണുന്ന ഗോക്കും വെജിറ്റയും എങ്ങനെയാണോ അതുപോലെയാണ് ഡ്രാഗൺ ബോൾ ക്ലാസിക്കിന്റെ തുടക്കത്തിൽ നമ്മുടെ ഗോക്കും ക്രില്ലനും ഉണ്ടായിരുന്നത്. ആദ്യം ഗോക്കും ക്രില്ലനും അത്ര എങ്ങ് സെറ്റ് ആകില്ല, പിന്നീട് ഇവർ പോകെ പോകെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പോഴും ഗോക്കുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രില്ലനും ബുൾമയുമാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. ഡ്രാഗൺ ബോൾ ക്ലാസിക്കിന്റെ തുടക്കത്തിൽ ഈ ഒരു ക്രില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഗോക്കുവിന് തന്നെ ഈക്വൽ ആയിട്ട് പവർഫുൾ ആയ ഒരാളാണ്. നിങ്ങൾ ഡ്രാഗൺ ബോൾ ക്ലാസിക് കാണാത്ത ഒരാളാണെങ്കിൽ എന്തായാലും ഡ്രാഗൺ ബോൾ ക്ലാസിക് കണ്ടിരിക്കണം. ഇനി ഈ ഒരു ഡ്രാഗൺ ബോൾസിലെ എർത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്നത് ഗോക്കു, ഗോഹാൻ, വെജിറ്റ, പിക്കലോ ഇവരൊക്കെ ആയിരിക്കും. എന്നാൽ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്, അതായത് സെയ്യൻസും നാമക്യൻസും ഒക്കെ. എന്നാൽ എർത്തിൽ നിന്നും ജനിച്ച ഹ്യൂമൻസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ക്രില്ലനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, മാസ്റ്റർ റോഷിയും ടിയാനോ ഒക്കെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ എന്ന്. എന്നാൽ ഇപ്പോൾ നിലവിൽ മാസ്റ്റർ റോഷിയേക്കാൾ പവർഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ക്രില്ലനാണ്. ഇനി ക്രില്ലന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഡിസ്ട്രക്ടോ ഡിസ്ക്. ഈ ഒരു ടെക്നിക്ക് വെച്ച് ഏതൊരു ഓപ്പണന്റിനെയും 2 പീസ് ആക്കാൻ സാധിക്കും. ഇത് ആദ്യമായിട്ട് ക്രില്ലനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പിന്നീട് ഗോക്കും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ബോൾ സിയിൽ ഗോക്ക് കഴിഞ്ഞ് പിന്നീട് ആദ്യമായിട്ട് സ്പിരിറ്റ് ബോംബ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രില്ലനാണ്. ഇനി ക്രില്ലന്റെ വൈഫാണ് ആൻഡ്രോയിഡ് 18. കൂടാതെ ക്രില്ലൻ ഒരു കുട്ടിയുണ്ട്, അവളുടെ പേരാണ് മാരിയോൺ. ഇനി നമ്മുടെ ക്രില്ലന്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഗോക്കു, വെജിറ്റ, ഗോഹാൻ, പിക്കലോ ഇവരുടെ കൂടെയൊക്കെ ഇപ്പോഴും ക്രില്ലൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എർത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമണും നമ്മുടെ ക്രില്ലനാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം വരും, അപ്പോൾ മാസ്റ്റർ റോഷിയും പവർഫുൾ അല്ലേ? ഇപ്പോൾ ടൂർണമെന്റ് ഓഫ് പവറിന്റെ മാങ്ക നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മാസ്റ്റർ റോഷി ബേസ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഒക്കെ മാറുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ടെക്നിക് ഒക്കെ മാസ്റ്റർ റോഷി യൂസ് ചെയ്യുന്നത് ആ ഒരു മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ അത്രയധികം യൂസ് ചെയ്ത് അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ആരാണ് പവർഫുൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ക്രില്ലനാണ്. ഡ്രാഗൺ ബോൾ സിയിൽ നമ്മുടെ ക്രില്ലൻ വരുന്ന സമയത്ത് 5 സൈബർമാനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈബർമാൻ എന്ന് പറയുന്നത് ഗോക്കുവിന്റെ ബ്രദർ ആയിട്ടുള്ള റാഡിക്സിന് ഈക്വൽ ആയിട്ട് വരുമെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നെ ഈ ഒരു റാഡിക്സിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലോ ഗോക്കും വെജിറ്റിയെ തന്നെ ഈസി ആയിട്ട് അടിച്ചിട്ടിരുന്നു. ആ സമയത്തുള്ള പിക്കലൊക്കെ ഒരു മൂണിനെ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു റാഡിക്സിന് ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു സൈബർമാനെ ക്രില്ലൻ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ഒരു ക്രില്ലന്റെ പവർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1700 അടുപ്പിച്ച് വരും. ഈ സമയത്ത് ക്രില്ലന് 3 മൂണിനെ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. പിന്നീട് അതിനുശേഷം നമ്മുടെ ക്രില്ലനും ഗോഹാനും പ്ലാനറ്റ് നാമക്കനിൽ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായ ആ ഒരു എൽഡർ നാമക്കൻ ക്രില്ലന്റെ ആ ഒരു പൊട്ടൻഷ്യൽ അൺലിഷ് ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ ക്രില്ലന്റെ പവർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 1700 നിന്നും 13,000 ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ പ്രിൻസ് വെജിറ്റയുടെ ഫാദർ ആയിട്ടുള്ള കിങ് വെജിറ്റയേക്കാൾ പവർഫുൾ ആയിട്ട് നമ്മുടെ ക്രില്ലൻ മാറി. അത് കഴിഞ്ഞ് നമ്മുടെ ക്രില്ലൻ ഫ്രീസയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഫ്രീസയുടെ പവർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അത് 10 ലക്ഷമാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫ്രീസയുടെ കൂടെ നമ്മുടെ ക്രില്ലൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്ട്രക്ടോ ഡിസ്കില്ലേ അത് വെച്ച് നമ്മുടെ ഫ്രീസയുടെ വാല് തന്നെ മുറിച്ച് കളയുന്നുണ്ട്. അതും ഇവിടെ ഫ്രീസയെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. ഇൻ കേസ് ഫ്രീസ അവിടെ ഡോഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീസയുടെ കാര്യത്തിലും അവിടെ ഒരു തീരുമാനമായിട്ടുണ്ടാകും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഗോക്കും വെജിറ്റയും അത്രയധികം പവർഫുൾ ആയിട്ട് മാറി. അതായത് ഇവർ ഒരു ഗോഡ് ലെവലിന് ഈക്വൽ ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ഗോക്കു ആണെങ്കിൽ സൂപ്പർ സെയിൻ ബ്ലൂ, വെജിറ്റയും സൂപ്പർ സെയിൻ ബ്ലൂ, നമ്മുടെ ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, ഓറഞ്ച് പിക്കലോ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും തൊടാൻ പറ്റാത്ത അളവിൽ അത്രയധികം പവർഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ക്രില്ലൻ ഒരു നോർമൽ ഹ്യൂമൻ ആയതുകൊണ്ട് ക്രില്ലനും വെറുതെ ഇരിക്കുന്നില്ല, തനിക്ക് കഴിയാവുന്ന രീതിയിൽ പുള്ളിക്കാരൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ലാസ്റ്റ് ടൂർണമെന്റ് ഓഫ് പവർ നടക്കുന്നതിന് മുൻപ് നമ്മുടെ ഗോക്കും ക്രില്ലനും കൂടി ജസ്റ്റ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കുവിന് സൂപ്പർ സെയിൻ ബ്ലൂവിൽ വരെ മാറാൻ സാധിക്കും. അപ്പോൾ ഗോക്കു ബേസ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗോക്കുവിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് സൂപ്പർ സെയിൻ 2 വരെ ഈക്വൽ ആയിട്ട് വരും. എന്നാൽ ഈ ഒരു ബേസ് ഫോമിലുള്ള ഗോക്കുവിന് തന്നെ ക്രില്ലൻ നല്ല രീതിയിൽ ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഇവരുടെ ഫൈറ്റിൽ ആദ്യം നമുക്ക് കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് ഗോക്കു ക്രില്ലന്റെ ആ ഒരു മുഴുവൻ പൊട്ടൻഷ്യലും മനസ്സിലാക്കാൻ വേണ്ടി ഗോക്കു ഇവിടെ സൂപ്പർ സെയിൻ ബ്ലൂവിൽ മാറുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ സൂപ്പർ
സെയിൻ ഗോഡ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഗോഡ് ആയിട്ടുള്ള ബീറസിനെ തൊടാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ എത്തി. അപ്പോൾ സൂപ്പർ സെയിൻ ബ്ലൂ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ സൂപ്പർ സെയിൻ ബ്ലൂവിലുള്ള ഗോക്കു ക്രില്ലിന്റെ നേരെ കാമയാമയ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്രില്ലൻ ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും പുറത്തെടുത്ത് ആ ഒരു കാമയാമയെ തിരിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. സൂപ്പർ സെയിൻ ബ്ലൂവിലുള്ള ഗോക്കുവിന്റെ ആ ഒരു കാമയാമയെ നമ്മുടെ ക്രില്ലൻ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ വലിയൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോക്കു ഇവിടെ തന്റെ മുഴുവൻ പവറും പുറത്തെടുക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു സൂപ്പർ സെയിൻ ബ്ലൂവിൽ തന്നെ മാത്രമേ ഉള്ളൂ. സൂപ്പർ സെയിൻ ബ്ലൂവിന്റെ ആ ഒരു മുഴുവൻ പവർ എടുത്തു കഴിഞ്ഞാൽ ക്രില്ലൻ ആ ഒരു സ്പോട്ടിൽ തന്നെ അവിടെ വാനിഷ് ആയി പോകും. എന്നാലും ഒരു ഹ്യൂമൻ ആയിട്ട് പോലും നമ്മുടെ ക്രില്ലൻ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഒരു ബാറ്റിൽ വരുന്ന സമയത്ത് ക്രില്ലൻ എപ്പോഴും തന്റെ സ്ട്രാറ്റജി വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. തന്റെ ഓപ്പണന്റ് എത്രത്തോളം പവർഫുൾ ആണെങ്കിലും പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ വെച്ച് ക്രില്ലൻ ഈസി ആയിട്ട് ആ ഒരു ഓപ്പണന്റിനെ ഡിഫീറ്റ് ചെയ്യും. ക്രില്ലൻ ഈ രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് നമ്മുടെ ഗോക്കു ആണെങ്കിൽ പലതവണ ഇത് യൂസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രില്ലൻ ആ ഒരു ഡിസ്ട്രക്ടോ ഡിസ്ക് വെച്ച് ഫൈറ്റ് ചെയ്യുന്നില്ലേ, അത് കറക്റ്റായി മനസ്സിലാക്കി ടൂർണമെന്റ് ഓഫ് പവറിൽ ജിറന്റെ കൂടെ ഈ ഒരു ടെക്നിക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ക്രില്ലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം. എല്ലായിടത്തും മഴയും കാറ്റും ഒക്കെയാണ്. എല്ലാവരും സേഫ് ആയിരിക്കുക. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.